രോഹിത്തേട്ടാ, തിരുവനന്തപുരത്ത് കാല് കുത്താൻ കഴിയാത്ത അവസ്ഥയായി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, അവളുടെ വീട് തൃശ്ശൂരാണ്. ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരില് BJPക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അവളെ ഞങ്ങൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കോൾ എടുക്കാൻ വയ്യ. ഒരു 10 തവണ എന്നെ ഇന്നലെ വിളിച്ചു, നിങ്ങളുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ ചാണകം ചവിട്ടിയിൽ ഇതൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് കാല് കുത്താൻ പറ്റാത്ത. തിരുവനന്തപുരം ചാണകം ചവിട്ടിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ലല്ലോ. തിരുവനന്തപുരത്ത് ആദ്യമായി രാജഗോപാൽ ജയിക്കുമ്പോൾ തൊട്ട് തിരുവനന്തപുരം ചാണകം ചവിട്ടി തുടങ്ങിയതാണ്. ചാണകം ചവിട്ടി എന്ന് പറയുന്ന വാക്കുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ മേഘയുടെ കൂട്ടുകാർ പറഞ്ഞ വാചകം അതേപോലെ ഉപമിച്ചാണ്. സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് സ്വാഭാവികമായും അവരുടെ കയ്യിൽ കാണിക്കാൻ ലോക നേതാക്കന്മാർ എന്നൊക്കെ അവകാശപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. അവരുടെ കയ്യിൽ ഇലക്ഷൻ നയിക്കാനുള്ള ഫണ്ട് ഉണ്ട്. അവർക്ക് വലിയ സംവിധാനങ്ങളുണ്ട്. ഇന്ന് CPMന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ കയ്യിലുള്ള പാർട്ടിയാണ് കേരള ഘടകം, BJPയുടെ കേരള ഘടകം. അതിനേക്കാൾ ഒരു മുൻ കേന്ദ്രമന്ത്രിയെ കർണാടകയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനായിട്ട്. അപ്പോൾ അവർക്ക് തിരുവനന്തപുരം പോലും കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. നോക്കൂ, നിങ്ങളാരും ചർച്ച ചെയ്യാത്തൊരു വിഷയം ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJP 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന കക്ഷിയാണ്. അത് അധികാരം പിടിച്ചതിന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി അവിടെ UDF എടുത്തൊരു സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങൾ എന്താ സംസാരിക്കാത്ത? UDFന് കിട്ടിയ 95% വർധനവ്, സീറ്റ് വർധനവിനെ പറ്റി എന്താ ആരും സംസാരിക്കാത്ത? അപ്പോൾ സ്വാഭാവികമായിട്ടും മേഘയോട് ആരെങ്കിലും ചാണകം ചവിട്ടിയില്ലേന്ന് ചോദിച്ചാൽ അത് CPMഉം BJPയും തമ്മിൽ മത്സരിച്ചു, BJP ജയിച്ചു. ഞങ്ങൾ മത്സരിച്ചത് എവിടേക്കാണ്? നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് UDF മത്സരിച്ചത്. UDF നില മെച്ചപ്പെട്ടു. ഇനി ഞാനൊരു കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നടത്താം. ഇപ്പോൾ എന്തായാലും പലരും പറയുന്നു VV രാജേഷ് മേയറാവും എന്ന് പറയുന്നു, ഇപ്പുറത്ത് പറയുന്നു ശ്രീലേഖ IPS മേയറാവും. അപ്പോൾ ശ്രീലേഖ IPS മേയറായാൽ അധികം താമസിയാതെ ഈ നഗരസഭയുടെ ഭരണം അവസാനിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഘടകങ്ങളൊക്കെ BJPക്കുള്ളിൽ തന്നെ ഇന്റേണലി വർക്കൗട്ട് ആകുന്നുണ്ട് എന്നാണ് കേട്ടുകളിൽ. അതാണ് കരക്കമ്പി. മാത്രമല്ല ഡെപ്യൂട്ടി മേയറായും വനിത തന്നെ എത്തും. വനിതാ ശക്തിയിൽ, നാരീ ശക്തിയിൽ ഈ പറയപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭ വളരും എന്നൊരു ധ്വനി കേൾക്കുന്നുണ്ട്. ഇനി സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല. അടിത്തട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരം നമ്മുടെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളെ പറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയെ ശബരിനാഥൻ XMLA മേയറാവുകയും കോഴിക്കോട് CPMന്റെ ഏതെങ്കിലും ഒരാൾ മേയറായി വരാനുള്ള സാധ്യതകളൊക്കെ. ഇത് നമ്മളിങ്ങനെ ഡെസ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു സൂമില് ഫിറോസ് ഒക്കെ ഉണ്ട്, നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദ്, പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിങ്ങനെ UDF LDFും കൈകോർത്ത് വന്നാലോ എന്ന് ചോദിച്ചപ്പോ പുള്ളി എന്നെ അടച്ചൊക്കെ വിട്ടു. എന്തോ ഇത് കേരളത്തിൽ പിന്നെ ആരാ പ്രതിപക്ഷ, ഇവര് തമ്മിൽ മത്സരിച്ചിട്ട് അവർ ഒരുമിച്ചിരിക്കുമോ? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഫിറോസൊക്കെ എനിക്ക് തോന്നുന്നു സൗദിയിലേക്ക് പോയിട്ട് 1.5 വർഷമായെന്നാണ് എന്റെ കണക്കൂട്ടല്. പുള്ളിക്ക് ഇവിടെ നടക്കുന്ന അടിയൊഴുക്കുകളെ പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയും, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ 3 സീറ്റ് കിട്ടുമെന്നാണ് BJPക്കാരും പിന്നെ CPM തന്നെ തീറ്റിപ്പോറ്റിയ ചില ആളുകളും പറഞ്ഞു നടന്നത്. പക്ഷേ ഇത്തവണ BJP വാഷ് ഔട്ടായി. BJP ഇല്ല. 16 സീറ്റുകളിൽ 11 UDFനും 5 LDFനും കിട്ടി. ഈ സമയത്ത് LC സെക്രട്ടറി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ പരാജയത്തിൽ നിന്ന് എങ്ങനെ ഇവർക്ക് രക്ഷപ്പെടണമല്ലോ, ഭരണം പോയി, ഒരു കാരണം പറയാനില്ല. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവന്മാരെ ഈ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ BJPയുടെ സിറ്റിംഗ് സീറ്റ് CPMന് കിട്ടുകയാണ്. 15 വർഷമായിട്ട് BJPയുടെ സിറ്റിംഗ് സീറ്റ് CPM. അപ്പോൾ അവിടെ മത്സരിച്ച ഒരു പയ്യനാണ് DYFയുടെ ലിബു എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഇവൻ ഭയങ്കര ബഹളമൊക്കെ വെച്ചോണ്ട് അപ്പം DYFക്കാർക്കൊക്കെ SFIക്കാർക്കൊക്കെ ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണോ ഇലക്ഷൻ ബൂത്തിലാണോ എന്ന് നോക്കത്തില്ലല്ലോ. ഇവർ ചാടി ഇറങ്ങി 10-20 പേര് മുകൾ നിലയിൽ പ്രകടനമായിട്ട് താഴോട്ട് വരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ LC സെക്രട്ടറി കൂടെ ഞാനല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേടിയ പഞ്ചായത്ത് UDF ഇവർ ആ ഒരു കാരണം പറഞ്ഞ് UDF നടത്തിയ ആഘോഷത്തേക്കാൾ വലിയ ആഘോഷം അവിടെ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMന് അല്ലെങ്കിൽ കോൺഗ്രസിന് അവർക്കറിയാം ഏറ്റവും വലിയ ശത്രു എപ്പോഴും BJPയാണ്. ഇപ്പോൾ പാലക്കാടും നേമത്തും ഒക്കെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദി വരും കേട്ടോ. ഇവര് സത്യപ്രതിജ്ഞ ചെയ്താൽ 10 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി കേരളത്തിലെത്തും, തിരുവനന്തപുരത്തെത്തും. നരേന്ദ്രമോദിയെ പോലെയുള്ള പല നേതാക്കന്മാരെ ഇവിടെ അവതരിപ്പിക്കും. പിന്നെ നമ്മുടെ വാഗ്ദാനം പെരുമഴയായിരിക്കും. ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. മറ്റേ മാമച്ചൻ പറയുന്ന പോലെ ചുമ്മാ വെറുതെ വാഗ്ദാനം. അപ്പോൾ ഈ വാഗ്ദാനത്തിൽ മതിമറന്ന എപ്പോഴും വിജയിച്ച് നിൽക്കുന്നവരൊക്കൊപ്പം സഞ്ചരിക്കുന്ന മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ BJP ഭരിക്കുമ്പോൾ
BJP കോർപ്പറേഷൻ ഭരിക്കല്ലേ, മോദി വന്നില്ലേ, ഇത്രയും വികസനം തരാമെന്ന് പറഞ്ഞില്ലേ. ഇതുകൊണ്ട് ഈ പറയപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ BJPക്ക് നേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവരിപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ A കാറ്റഗറി മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് BJPക്കുള്ളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ വിട്ടാൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്ന എന്താണ് പ്രശ്നം? പക്ഷെ അത് കേരളത്തിന്റെ കാര്യത്തിൽ നോക്കണം. ദേശീയ തലത്തിലൊക്കെ നമ്മളെല്ലാം ഇന്ത്യ മുന്നണിയാണ്. പക്ഷെ കേരളത്തിന്റെ എനിക്കത് സംശയമുള്ളത്, പണ്ട് ഈ ജനതാ പാർട്ടിയുടെ സപ്പോർട്ട് മേടിച്ച് ജയിച്ചൊരു CPM-കാരനുണ്ട്. പുള്ളി സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്ക് ഇപ്പോഴും ചിലപ്പോൾ അവിടെ വിളി വരും, ലാവലും തീർന്നിട്ടില്ല കേട്ടോ, ആ പുള്ളിയെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അപ്പൊ ആളുടെ പേരറിയാലോ, പിണറായി വിജയൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്ന പോലെ BJP അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ഇനി BJPക്കാർ പറയുന്നത് BJP ട്രെൻഡാണ്, രാജീവ് ചന്ദ്രശേഖരൻ ട്രെൻഡാണ്, മോദി വിളിച്ച് പിന്നെന്തുവാ പുള്ളിയെ അനുമോദിച്ചു എന്നൊക്കെ പറയുന്നിട്ട്. സാധാരണ മറ്റേ ട്രെഡ്മില്ലൊക്കെ തലയിടിക്കുമ്പോൾ ഫോട്ടോ പുറത്തിടുന്ന ആളാ. ആ മോദി വിളിച്ചിട്ട് സ്ക്രീൻഷോട്ടൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും വിളിച്ചാണ്, വിളിക്കാതിരിക്കത്തില്ല. കാരണം പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ, ഇന്ത്യ മുഴുവൻ കാവ്യ പുതപ്പിക്കണമെങ്കിൽ കേരളവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ BJP നേതാക്കളും മോദിയും ഒക്കെ എക്സിലൊക്കെ പോസ്റ്റ് ഇടുന്ന കണ്ടാ തോന്നും കേരളം അങ്ങ് എടുത്തു. നമ്മുടെയൊക്കെ രാഷ്ട്രീയം കൊണ്ട് മാറ്റി വെച്ചിട്ട്, ചാനലിന്റെ രാഷ്ട്രീയമൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് സംസാരിച്ചോ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പേരുടെ വിയർപ്പും രക്തവും ഒക്കെ വീണ് വളർന്നു വന്നതാണ് ഈ താമര. നമ്മൾ മനസ്സിലാക്കണം, ചെളിയിൽ ആണ് താമര വളരുന്നത്, കേരളത്തിൽ ചെളിയില്ല എന്ന് പറഞ്ഞ് നടന്നെടുത്ത് BJP നേടിയെടുത്ത 20% വോട്ട് ഷെയർ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ ത്രിതല പഞ്ചായത്തിന്റെ കണക്കുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന സ്വയം സേവകരും ഈ പറയപ്പെടുന്ന BMS സ്വയം സേവകർ, അവർക്കിപ്പോൾ പ്രശ്നമില്ലല്ലോ. RSS ആണ് BJP നയിക്കുന്നത് പറയുന്നത് അവർക്ക് പ്രശ്നമില്ല. പിന്നെ നമുക്ക് പറയുന്നത് എന്താ? അപ്പോൾ സ്വയം സേവകരും BMS പോലെയുള്ള തൊഴിലാളി സംഘടനകളിലും ABVP അന്ന് ABVP ഒന്നും ഇല്ല, വിദ്യാർത്ഥി സംഘടനകളിലും. ഇത് പറയുമ്പോഴാണ് ചേട്ടാ, ഞങ്ങളുടെ കോളേജിൽ മറുവനസിലാണ് പഠിച്ചത്. ഞാൻ ഇറങ്ങി 2 വർഷം കഴിയപ്പോൾ അവിടെ ആദ്യമായിട്ട് ഒരു ABVP-യിൽ ഒരു സീറ്റ് കിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരുന്നു. ആ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കും, ഇതിന് എങ്ങോട്ട് പോയാലും ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ സംഘടനാ ഗ്രൂപ്പിൽ ഈ സാധനം ഫോർവേഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് മാധ്യമപ്രവർത്തകനാണ് ഒരു പുള്ളി വന്നിട്ട് പറയാണ്, നീയൊക്കെ പേടിച്ചോ, ഒരൊറ്റ സീറ്റിൽ നിന്ന് അവന്മാര് കയറി വരും. ഇത് ശരിക്കും ഉള്ളതാണ്. അവര് നടത്തുന്ന പ്രവർത്തനം ചെറുതൊന്നുമല്ല. അവരുടെ ആത്മവിശ്വാസം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ വാർഡിൽ BJP കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നു, ഇത്തവണ അതേ സ്ഥാനത്ത് വീടിന് 2ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ ഒരു പ്രവർത്തകർ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അടുത്ത തവണ ഞങ്ങൾ പിടിക്കൂടാ. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം ഞങ്ങൾ അപ്പോഴും നമ്മളെ മനസ്സിൽ കോൺഗ്രസ് തോറ്റല്ലോ അല്ലെങ്കിൽ CPM തോറ്റല്ലോ എന്നൊക്കെ ബാക്കിയുള്ളവർ ചിന്തിക്കുമ്പോൾ ഇവർ പറയുന്നത് തോൽവിയെ പറ്റി അല്ല അവർ ഭയക്കുന്നത്. അവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവർത്തിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ പോകുന്നൊരു പാർട്ടിയാണ് BJP. എന്നാലും പക്ഷെ കേരളത്തിലെ ട്രെൻഡ് നോക്കുക, കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് മറ്റേ പോറ്റിയെ കയറ്റിയെ പാട്ട്, 2 ബൺമസ്കൈ ഇറാനി ചായ, 3 UDF തരംഗം. സംശയമുണ്ടോ? ഈ 3 സാധനമാണ് ട്രെൻഡ്. അതിൽ പോറ്റിയെ കയറ്റിയെ എഴുതിയ പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ ആവും. എനിക്ക് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, ഈ കൊട്ടിക്കലാശത്തിലേക്ക് CPM ഭയങ്കര ആവേശത്തിൽ മറ്റേ പാട്ട് വെക്കാണ്. എന്താണ് അവരുടെ വിപ്ലവ ഗാനങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, അതിന്റെ മാസം അതൊക്കെ മാറി, അതിന്റെ DJ വേർഷനൊക്കെ ഉണ്ട്. ഇത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ 2 സൈഡിൽ നിന്ന് 2 വണ്ടി വരുന്നത്. ഒന്ന് UDF-ന്റെ വണ്ടി, ഇപ്പുറത്തുനിന്ന് BJP-യുടെ വണ്ടി. 2 പേർക്കും വേറെ പാട്ടില്ല. ബാഗിൽ വരുന്ന ഫോട്ടോ ഉണ്ട്, പിണറായി വിജയൻ ഫോട്ടോ. ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവന്മാർ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവന്മാർ പോയിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. പക്ഷെ നമ്മുടെ ഈ കോൺഗ്രസ് ആണ് ഭാരതത്തിൽ മർത്യകോടി നെഞ്ചിലേറ്റി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതെഴുതിയ ചേട്ടനൊക്കെ നമ്മുടെ കൊല്ലത്തും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചായിരുന്നു. ആ പാട്ടൊക്കെയാണ് സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ അതൊക്കെയാണ് ഉപയോഗിക്കാറ്. കാരണം കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും മറ്റേ രാജ്കട്ടിലിന്ദിര ഈ പാട്ടൊക്കെയാണ് കോൺഗ്രസ്സുകാർ. ഇപ്രാവശ്യം ഇവർക്ക് പോറ്റിയെ കയറ്റി അല്ലാതെ വേറൊരു പരിപാടിയില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ പാട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ പലരെയും സേവനങ്ങൾ നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മത്സരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിജയഗാനങ്ങൾ ചെയ്തത് UDF-ന് വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോഴും, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ അത്തരത്തിൽ സർവീസ് കൊടുത്തിട്ടുള്ള കമ്പനികളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്ക്. അവിടെ എങ്ങും നിങ്ങൾക്ക് ഈ ഇടതുപക്ഷത്തിന്റെ പാട്ടുകൾ കിട്ടത്തില്ല. ഇഷ്ടം പോലെ UDF-ന്റെ പാരഡി ഗാനങ്ങൾ റീൽസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതായിരുന്നു ട്രെൻഡെന്ന് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ
അതൊരു സുഹൃത്ത് അനൗൺസ്മെന്റിനൊക്കെ പോകുന്നൊരു സുഹൃത്ത് ഇലക്ഷന്റെ തലേന്ന് ഇവൻ റെക്കോർഡിങ്ങിൽ ഇരുന്നിട്ട് ഇത് സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ ഞാൻ ഇവന് മെസ്സേജ് അയച്ചു, എടാ ഇവരെങ്ങാനും തോറ്റുപോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കടാ. അപ്പം പണ്ട് ആരായിരുന്നു, ഏതോ ഒരു സ്ഥാനാർത്ഥി വിജയഗാനമൊക്കെ എഴുതി പുറത്തു വിട്ടിട്ട് തോറ്റുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് പോലും ഞങ്ങൾക്ക് ഉറപ്പാ ചേട്ടാ ജയിക്കുമെന്ന് അത്രയും ഉറപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്ത ഒരു കൂട്ടം ആളുകൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായിട്ട് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന പല സ്ഥാനാർത്ഥികളും CPM ആയാലും UDF ആയാലും ഒക്കെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഇവരൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിരുന്നില്ല, നമുക്കറിയായിരുന്നു. കാരണം ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആര് ജയിക്കും ആര് ജയിക്കത്തില്ല. പക്ഷെ ഈ ബൺമസ്കയും ഇറാനി ചായയും വൈറലാക്കിയത് കൊച്ചിയിലുള്ള രണ്ട് കപ്പിൾസാണ്. അപ്പൊ ഇവരൊരു കാറിൽ ഇതും കൊണ്ട് പലയിടത്തും പോയി കച്ചവടം ചെയ്തു. ഇത് വൈറലായി, പോലീസ് പലയിടത്തും ഇവരെ മാറ്റി, അവരിപ്പോഴും എന്നെ കച്ചവടം ചെയ്തു. ഇവരെ നമ്മൾ UDF ആയിട്ട് ഉപയോഗിക്കണം. ഈ ട്രെൻഡ് ഉണ്ടാക്കിയവർ, ഈ ട്രെൻഡ് കൊണ്ടുവന്നവർ അവരാണത്. ഇത് കണ്ടിട്ട് ഇതിന്റെ കോപ്പി അടിച്ച് ഈ ബൺമസ്കി ഇറാനി ചായ അവരുടെ അതേ കറുത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പലയിടങ്ങളിലും തന്നെ ഞാൻ വരുന്ന വഴിക്ക് കാരണം അതൊക്കെ ഇത് വിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവര് BJP-ക്കാരാ. ഈ ട്രെൻഡ് UDF ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് BJP-ക്കാരാ. അപ്പൊ ഈ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും നീങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ സഹപ്രവർത്തകൻ പറയാണ് 2026 കോൺഗ്രസ് വരുമൊന്നുമില്ല, പിണറായി 3.0 ഇപ്പോഴും. കെവിൻ കെറിയാണോ പറഞ്ഞത്? നിങ്ങളുടെ വീഡിയോയില് നിങ്ങൾ ചെയ്ത വീഡിയോയില് ഭയങ്കരമായിട്ട് ഓടി ഫേസ്ബുക്കിൽ ഞാൻ രാവിലെ നോക്കുമ്പോൾ പ്രജിത്ത് ലാൽ, നമ്മുടെ നാട്ടിലുള്ള സുഹൃത്താ, അനിയനാ, അവൻ ഗൾഫിലാ. അവിടെ നിന്നോട് ഏതാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞൊരു കമന്റ്. അപ്പൊ ഞാടി കൂടി നമ്മുടെ പിള്ളേരാളിയാ വിട്ടേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ചിരിയും ഒക്കെ ഭയങ്കര ചർച്ചയാണ്. നമുക്ക് ചിരിക്കാനും ഇങ്ങനെ വ്യക്തമായ രാഷ്ട്രീയം പറയാനൊക്കെ അവസരം തരുന്ന നമ്മുടെ മാനേജ്മെന്റിനോട് നമുക്ക് നന്ദി പറയാം. ചീഫ് എഡിറ്റർക്ക് വേണ്ട, മാനേജ്മെന്റിനോട് നമുക്ക് നന്ദി പറയാം.